നമുക്ക് കാതൽ എൻപത് പൊതു ഉടമൈ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? ഇത് കുറച്ച് വ്യത്യസ്തമായ ഒരു കഥയാണ്. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു പെണ്ണ് ലെസ്ബിയനാണ്. അത് പാരന്റ്സിനോട് തുറന്നു പറയുവാനായി തീരുമാനിക്കുന്നു. പറഞ്ഞതിന് ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്നതാണ് മുഴുവൻ കഥയും. ചുരുക്കി പറഞ്ഞാൽ, പാരന്റ്സിനും മക്കൾക്കുമിടയിൽ നടക്കുന്ന ഒരു ഡിസ്കഷൻ. പാരന്റ്സിന്റെ മാനസികാവസ്ഥ ഇങ്ങനൊരു വിഷയം അറിയുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കാം, എന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന സമയത്ത് മക്കൾക്ക് എങ്ങനെയായിരിക്കാം മാനസികാവസ്ഥ എന്നൊക്കെ ഈ ഒരു സിനിമയിലൂടെ തുറന്നു കാട്ടുന്നുണ്ട്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കഥാനായികയായ സാമിനെയാണ്. സാമിന്റെ അമ്മയാണ് ലക്ഷ്മി. അമ്മയുമായിട്ട് ഈ സാം നല്ല കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ രാത്രി അമ്മയോടൊരു കാര്യം പറയുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് സാം. സാം അമ്മയോട് പറയും, അമ്മ, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. പക്ഷേ ആ കാര്യം കേട്ട് അമ്മ എന്നോട് ദേഷ്യപ്പെടരുത്. അത് കേട്ട് അമ്മ പറയുന്നത്, ദേഷ്യപ്പെടുവാനോ? നീ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എന്തായാലും തുറന്നു പറയുവാനായി പറഞ്ഞു. അപ്പോൾ സാം പറയുന്നത്, അമ്മ, എനിക്കൊരാളിനെ ഇഷ്ടമാണ്. ഞാൻ ഒരാളെ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം അവൾ അമ്മയോട് തുറന്നു പറഞ്ഞു. എന്നാൽ അത് കേട്ട് ലക്ഷ്മിയാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കും. എന്നിട്ട് അമ്മ പറയുന്നത്, എനിക്കറിയാം നിന്റെ സെലക്ഷൻ ഒരിക്കലും തെറ്റില്ല എന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഒരു പിസ്സ ഷോപ്പിലിരിക്കുന്ന സാമിനെയാണ്. അവിടെ ജോലി ചെയ്യുന്ന രവിയെ കാണുവാനായിട്ടാണ് സാം എത്തിയിരിക്കുന്നതും. എന്നിട്ട് സാം രവിയോട് പറയുന്നുണ്ട്, ഞാൻ അമ്മയോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. അത് കേട്ട് രവി പറയുന്നത്, എല്ലാം പറഞ്ഞു, എന്നിട്ട് നിന്റെ അമ്മ ഒന്നും പറഞ്ഞില്ലേ എന്നായിരുന്നു രവിയുടെ മറുപടി. അതിനുശേഷം അന്നേ ദിവസം രാത്രി അമ്മയോട് അവൾ എന്താണ് പറഞ്ഞതെന്നാണ് കാണിക്കുന്നത്. സാം അമ്മയോട് ചോദിക്കുന്നത്, ഇത്രയും കേട്ടിട്ടും അമ്മയ്ക്ക് എന്നോട് ദേഷ്യമില്ലേ? അത് കേട്ട് അമ്മ പറയുന്നത്, നീ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞാനും നീയും അങ്ങനെയാണോ കഴിഞ്ഞതും? എനിക്ക് നീ ആരെ പ്രണയിച്ചെന്ന് പറഞ്ഞാലും എനിക്കതിൽ ഒരു വിഷമവുമില്ല. നീ ആരെ കണ്ടെത്തിയാലും അത് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളിനെ ആയിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് കേട്ട് സാം ആണെങ്കിൽ ആരെയാണ് അവൾ പ്രണയിക്കുന്നതെന്ന് തുറന്നു പറയുവാനായി വരും. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ സാമു പ്രണയിക്കുന്നത് മറ്റൊരു പെണ്ണിനെയാണ്. ആ കാര്യം എങ്ങനെയാ ഒരു അമ്മയോട് തുറന്നു പറയുന്നത്? അവൾ തുറന്നു പറയുവാനായിട്ട് വരുന്ന സമയത്ത് അമ്മ പറയുന്നത്, ആരാണെന്നൊന്നും എനിക്കറിയണ്ട. ദേ, ഈ ആഴ്ച അവനോട് വീട്ടിൽ വരുവാനായി പറ. ഞാൻ അവനെ കാണട്ടെ. അവനോട് കണ്ട് ഞാൻ സംസാരിക്കാമെന്ന് പറയുമ്പോഴും സാം ആണെങ്കിൽ, അമ്മ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ആരാണെന്ന് അമ്മ ഒന്ന് കേൾക്കെന്നും പറയുമ്പോൾ, വേണ്ട, ആരെയായാലും നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവാ. അവനുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നും അമ്മ പറയുന്നു. സാം എത്ര അമ്മയെ നിർബന്ധിച്ചിട്ടും ആരെയാണ് അവൾ പ്രണയിക്കുന്നതെന്ന് കേൾക്കുവാനായിട്ടും അമ്മ കൂട്ടാക്കുന്നതേയില്ല. അമ്മയുടെ മനസ്സിലെ ചിന്ത തന്റെ മകൾ പ്രണയിക്കുന്നത് ഒരു പുരുഷനെയാണെന്നല്ലേ. സാമിന്റെ അമ്മ ലക്ഷ്മിയാണെങ്കിൽ ഒരു യൂട്യൂബർ ആണ്. ചെറിയ ചെറിയ ടോപ്പിക്കൊക്കെ എടുത്ത് ലക്ഷ്മി സംസാരിക്കും. ലക്ഷ്മിക്ക് സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അന്നേ ദിവസം ലക്ഷ്മി സംസാരിക്കുന്ന ടോപ്പിക്ക് ലവിനെ കുറിച്ചാണ്. ലവിനെ കുറിച്ച് വാതോരാതെ ലക്ഷ്മി സംസാരിച്ചു. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തിട്ട് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് ലക്ഷ്മി. അതിനുശേഷം അവരുടെ വീട്ടിലെ ജോലിക്കാരിയെ മേരിയെ ഫോൺ വിളിക്കും. ഇന്നേ ദിവസം ആ പയ്യൻ ഇവിടേക്ക് വരുന്ന ദിവസമാ. അപ്പോഴത്തെ മേരി വന്നിട്ടില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്കം പറഞ്ഞുകൊണ്ടാണ് മേരിയെ വിളിക്കുന്നതും. പക്ഷെ മേരിയാണെങ്കിൽ കോൾ എടുക്കത്തില്ല. കാരണം മേരിയുടെ വീട്ടിലാണെങ്കിൽ ചെറിയൊരു പ്രശ്നം. മേരിയുടെ മകളുടെ ഭർത്താവാണെങ്കിൽ എന്നും മകളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ആ ഒരു കാര്യം ചൊല്ലി അതിന്റെ പേരിൽ വഴക്കും പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷനും ഒക്കെയായി കയറിയിറങ്ങി നടക്കുകയാണ്. അതിന്റെ പിന്നാലെയാണ് മേരിയും. മേരിയുടെ മകളെയാണെങ്കിൽ മരുമകൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായി നോക്കുന്ന സമയത്ത് മേരി തന്റെ മകളെ വിട്ടുകൊടുക്കുവാനായി കൂട്ടാക്കുന്നില്ല. ഇനി അവൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് തന്റെ മകളെയും കൂട്ടി മേരി പോകുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് സാം ആണെങ്കിൽ വല്ലാത്ത ടെൻഷനിലും വീട്ടിലിരിക്കുകയാണ്. മേരിയെ കാണാത്തതിനാൽ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് ലക്ഷ്മി മാർക്കറ്റിലേക്ക് പോകും. അതേസമയം സാം ആണെങ്കിൽ രവിയെ വിളിച്ചിട്ട്, എനിക്ക് വല്ലാത്ത ടെൻഷൻ ആകുന്നുണ്ട്, നീയും കൂടി ഇവിടേക്കൊന്ന് വരുമോ? ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടൊന്ന് രവിയോട് പറയും. എന്നാൽ രവി പറയുന്നത്, എനിക്കും വല്ലാതെ പേടിയാകുന്നു, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ വരണമോ എന്നൊക്കെ രവി ചോദിക്കും. എന്നാൽ സാം ആണെങ്കിൽ രവിയെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ സാമും രവിയും തമ്മിൽ എന്താണ് ബന്ധമെന്നും ഇവർക്കിടയിൽ എന്തിനാണ് രവി വരുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാകും. കുറച്ചു കഴിഞ്ഞതും മേരി വീട്ടിലേക്ക് വന്നു. അതേസമയം ലക്ഷ്മി പുറത്തു പോയിരിക്കുകയാണല്ലോ. സാം ആ വിവരം പറഞ്ഞു. മേരിയാണെങ്കിൽ അടുക്കളയിൽ പോയി തന്റെ ജോലിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ലക്ഷ്മി മാർക്കറ്റിൽ നിന്നും സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നതും. മേരിയെ കണ്ട് ലക്ഷ്മിയാണെങ്കിൽ മേരിയെ തന്നെ രൂക്ഷമായി നോക്കും. എന്നിട്ട് അടുക്കളയിലേക്ക് എത്തിയിട്ട് മേരിയോട് പറയുന്നുണ്ട്,
ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ, സാമിന്റെ ബോയ് ഫ്രണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം വീട്ടിലെത്തി ജോലിയൊക്കെ നേരത്തെ തീർക്കണമെന്ന്. എന്നിട്ട് നീ അത് അനുസരിച്ചില്ല അല്ലേ? ഇന്ന് നീ ഇത്രയും ലേറ്റായി എത്തിയത് കൊണ്ട് ഇന്നത്തെ ശമ്പളം നിനക്ക് കട്ടാണ്. അതുകൊണ്ട് നീ ഇന്ന് നിൽക്കണ്ട, നീ പൊക്കിയോ എന്ന് പറയും. അത് കേട്ടതും സങ്കടത്തോടെ നിറ കണ്ണുകളുമായി അവിടെ നിന്ന് പോകുവാൻ ഇറങ്ങുകയായിരുന്നു മേരി. അപ്പോൾ ലക്ഷ്മി ചോദിക്കും, ഞാനങ്ങ് പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നീ അപ്പോഴും ഇവിടുന്ന് പോകുമോ? ദേ പാത്രമൊക്കെ ഇവിടെ കിടക്കുക, അതെല്ലാം കഴുകി വെച്ചിട്ട് പോയാൽ മതിയെന്നും ലക്ഷ്മി പറയുന്നു. അപ്പോഴും മേരി കരഞ്ഞുകൊണ്ടാണ് ആ ജോലിയൊക്കെ ചെയ്യുന്നതും. മേരി കരയുന്നത് കണ്ട് ലക്ഷ്മി വിവരം തിരക്കി. മേരി നടന്ന സംഭവമെല്ലാം ലക്ഷ്മിയോട് തുറന്നു പറഞ്ഞു. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മകളെ താൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കാര്യം മേരി പറയുന്ന സമയത്ത് നീ എടുത്ത തീരുമാനമാണ് നല്ലത്. മകൾ അങ്ങനെ അവന്റെ വീട്ടിൽ കിടന്ന് ഒരുപാട് ദുരിതമൊന്നും അനുഭവിക്കണ്ട. അതിനേക്കാൾ നല്ലത് അവൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തന്നെയാ. ഇനി എന്ത് പ്രശ്നമുണ്ടായാലും നീ എന്നോട് പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ഒരു ഇൻസ്പെക്ടർ ഉണ്ട്, അവനെ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യിപ്പിക്കാമെന്നും ലക്ഷ്മി പറയുന്നു. അത് കേട്ടതും മേരിക്കും കുറച്ച് സമാധാനമായി. എന്നാൽ റൂമിലിരിക്കുകയായിരുന്ന സാം ആണെങ്കിൽ തന്റെ പാർട്ണർ കൊടുത്ത റിംഗ് ആണെങ്കിൽ തന്റെ കാലിലെടുത്ത് ധരിക്കും. എന്നിട്ട് സന്തോഷത്തോടു കൂടി നാണത്തോടെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. മറ്റൊരു വശത്ത് മേരി ലക്ഷ്മിയോട് സാമിന്റെ പയ്യനെ പറ്റിയൊക്കെ തിരക്കുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, അവനെ കുറിച്ച് ഒരു കാര്യങ്ങളും ഞാൻ തിരക്കിയില്ല. എന്റെ മകൾക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനി ആരായാലും അവൾ നല്ലൊരാളിനെ മാത്രമേ സെലക്ട് ചെയ്യൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ ആരെ ഇഷ്ടപ്പെട്ടാലും ഞാൻ അവനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കും. അത് കേട്ട് മേരി ചോദിക്കുന്നത്, അല്ല നമ്മുടെ അതേ കാസ്റ്റ് ആണോ? പയ്യൻ ഏത് കാസ്റ്റ് ആണെന്നൊന്നും അറിയാതെയാണോ ഇതൊക്കെ നടത്തുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തായാലും എന്റെ മകളുടെ ഇഷ്ടമാണ് എനിക്ക് വലുതെന്നും ലക്ഷ്മി പറയുന്നു. അത് കേട്ട് മേരി പറയുന്നത്, അമ്മ നിങ്ങൾക്ക് നല്ല മനസ്സാണ്, നിങ്ങളുടെ മകളോട് നിങ്ങൾക്ക് അത്രയും സ്നേഹമാണല്ലോ എന്നൊക്കെ മേരി പറയുന്നു. എന്നാലും ലക്ഷ്മിയുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടാകുന്നു. കാരണം എന്തെന്നാൽ ഈ സാം ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഒരു പയ്യനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു, DJ ഒക്കെ ചെയ്യുന്ന പയ്യൻ. ഇനി ആ ഒരു പയ്യനായിരിക്കുമോ? അയ്യോ അയ്യോ അത് വേണ്ടായിരുന്നു എന്നൊക്കെ ലക്ഷ്മി ചിന്തിച്ചിട്ട് നേരെ സാമിനടുത്തേക്ക് ചെന്നിട്ട് സാമിനോട്, ആ DJ പയ്യനെ വല്ലതുമാണോ നീ പ്രണയിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ സാം അല്ലമ്മ എന്ന് പറയുന്നത് കേട്ടാണ് ലക്ഷ്മിക്കൊന്ന് ശ്വാസം നേരെ വീഴുന്നത് തന്നെ. സാമിന്റെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ ലക്ഷ്മി വാങ്ങി വെച്ചിരിക്കുകയാണ്. ആ ഗിഫ്റ്റ് എടുക്കുന്ന സമയം തന്നെ ലക്ഷ്മിയുടെ ഭർത്താവിന്റെ ഫോട്ടോ താഴേക്ക് വീഴും. ഭർത്താവിന്റെ പേരാണ് ദേവരാജ്. ഇവർ രണ്ടുപേരും പിരിഞ്ഞു താമസിക്കുകയാണ്. അതിനുശേഷം ദേവരാജിന്റെ വീടാണ് കാണിക്കുന്നത്. ദേവരാജ് ലക്ഷ്മിയെ പിരിഞ്ഞതിന് ശേഷം ഒരു ടീച്ചറിനെ വിവാഹം കഴിച്ചു. ഇപ്പോൾ അവരുമായി സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അതേസമയം ലക്ഷ്മിയാണെങ്കിൽ ദേവരാജിനെ കോൾ ചെയ്യും. ടീച്ചർ ആണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ടുവന്ന് ദേവരാജിന് കൊടുക്കും. ദേവരാജ് കോൾ എടുക്കുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നത്, ഇന്ന് നമ്മുടെ മകളുടെ പാർട്ണർ ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് അവരുടെ കാര്യം സംസാരിക്കുവാനായിട്ട്. നിങ്ങൾ ഇവിടേക്കൊന്ന് വരുമോ എന്നുള്ള കാര്യം ലക്ഷ്മി ചോദിക്കുന്നു. അത് കേട്ട് ദേവരാജ് പറയുന്നത്, നീ എന്തായാലും ഇതിനു മുൻപേ ഈ കാര്യം അറിഞ്ഞു കാണുമല്ലോ, അപ്പോൾ ഇന്നാണോ എന്നോട് വിളിച്ച് പറയുന്നത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ദേവരാജ് കോളും കട്ട് ചെയ്ത് കളയുന്നതും. ലക്ഷ്മിക്കും ആകെ സങ്കടമാകുന്നു. അപ്പോൾ ദേവരാജനോട് ടീച്ചർ പറയും, അങ്ങനെ എടുത്തുചാടി പറയേണ്ട കാര്യമില്ലായിരുന്നു, എന്തായാലും വിളിച്ചതല്ലേ, മകളുടെ കാര്യമല്ലേ, ഒന്ന് പോയിട്ട് വരുവാനായിട്ടും ഭാര്യ പറയും. എന്നാൽ ദേവരാജ് പറയുന്നത്, അവൾ എന്നെ വെറും ഇൻഫോം ചെയ്തത് മാത്രമാണ്, ഞാൻ ചെല്ലാതിരുന്നാലും അവൾക്ക് സന്തോഷമാ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് തന്നെ ദേവരാജ് പറയുന്നു. ദേവരാജിന് ടീച്ചർക്കും മക്കളില്ല, അതുകൊണ്ട് തന്നെ അവരെ വിഷമിപ്പിക്കണ്ട, ഒന്ന് പോയിട്ട് വരുവാനായിട്ടും ടീച്ചർ പറയും. മറ്റൊരു വശത്ത് മേരി എല്ലാവർക്കും കഴിക്കുവാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സാം ആണെങ്കിൽ അതെല്ലാം കണ്ടിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്നും മേരിയോട് പറയുന്നു. അപ്പോൾ മേരി ആണെങ്കിൽ സാമിന്റെ പാർട്ട്ണറുടെ പേരെന്താണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നതും. മേരിക്ക് ആരാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ സാമിനാണെങ്കിൽ തന്റെ പാർട്ട്ണറിനെ കുറിച്ചുള്ള കാര്യം മേരിയോട് പറയുവാനായിട്ടും ചെറിയ മടി. ഒന്നും പറയാതെ മേരിയോട് അവിടെ നിന്ന് പോകുവാനാണ് സാം പറഞ്ഞതും. ലക്ഷ്മി സാമിന് ഒരു ചുരിദാർ എടുത്തുകൊണ്ടൊന്ന് കൊടുത്തിട്ട്, എന്ന് നീ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സല്ലേ ധരിക്കുന്നത്, ഇന്നിതേ ഇതിട്, നിന്റെ പയ്യൻ നിന്നെ കാണുവാൻ വരികയല്ലേ, അന്നെങ്കിലും നീ നന്നായിട്ട് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുവാനായി വെച്ചിരിക്കുന്ന ഗിഫ്റ്റും എടുത്ത് കാണിക്കുന്നു. അതിനൊന്നും സാമിന് ഒരു മറുപടിയുമില്ല. അതേസമയം തന്നെ അമ്മയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി സാം ആണെങ്കിൽ ആ ചുരിദാർ വാങ്ങിയിടും. അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. എന്നാൽ അവിടെ ഇരിക്കുന്ന സമയത്ത് സാമിനൊരു കോൾ വരും. അവളുടെ അച്ഛനാണ് വിളിക്കുന്നത്. ഇന്ന് നിന്റെ പയ്യനെ കാണുവാനായിട്ട് എനിക്ക് വരുവാനായി പറ്റത്തില്ല, എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്, നമുക്ക് വേറെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് പയ്യനെ കാണാമെന്നും അച്ഛൻ അവളോട് പറയുന്നു. പക്ഷെ അതിനൊന്നും അവൾ മറുപടി കൊടുക്കുന്നതുമില്ല. അമ്മയെ ഉഴപ്പിച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. എന്തിന് അച്ഛനോട് ഇതൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അവളുടെ നോട്ടവും. എന്നാൽ അതേസമയം തന്നെ കോൾ ആണെങ്കിൽ ലക്ഷ്മി വാങ്ങും. എന്നിട്ട് അവളോട് ഭർത്താവ് സംസാരിക്കുന്നു. അവൻ വരുന്ന സമയത്ത് ഒരു ഫോട്ടോ എങ്കിലും എനിക്കെടുത്ത് അയക്കണമെന്നും ഭർത്താവ് പറയുമ്പോൾ ലക്ഷ്മി അതിനൊന്നും മറുപടി കൊടുക്കത്തില്ല.
കോള് കട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ സാം അമ്മയോട് എന്തിനാ അച്ഛനെ ഇതൊക്കെ അറിയിച്ചത് എന്നുള്ള രീതി ദേഷ്യപ്പെട്ടാണ് ചോദിക്കുന്നതും. അച്ഛൻ ഇതൊക്കെ അറിയട്ടെ, അച്ഛനും അറിയേണ്ട കാര്യമല്ലേ എന്നാണ് ലക്ഷ്മി പറയുന്നതും. സാമിന് അച്ഛനോട് നല്ല ദേഷ്യമുണ്ട്. എന്തിനാണ് അച്ഛനോട് ഇത്രയും അവൾ ദേഷ്യം കാണിക്കുന്നതെന്നും എന്തുകൊണ്ടായിരിക്കാം ദേവരാജ് ലക്ഷ്മിയെയും സാമിനെയും വിട്ടിട്ട് പോയത് എന്നുള്ള കാര്യമൊക്കെ പോകെ പോകെ മനസ്സിലാകും. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചു. വന്നത് സാമിന്റെ കൂട്ടുകാരനായിട്ടുള്ള രവിയും പിന്നെ നന്ദിനിയുമായിരുന്നു. രണ്ടുപേരെയും കണ്ടതും ലക്ഷ്മി ഒന്ന് ഞെട്ടും. എന്നിട്ട് രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു. അകത്തേക്ക് ക്ഷണിച്ച സമയത്ത് രവി മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കും. സാമിനടുത്തായിട്ട് നന്ദിനി വന്നിരിക്കുകയാണ്. എന്നാൽ അത് കാണുന്ന ലക്ഷ്മിയാണെങ്കിൽ നന്ദിനിക്ക് മറ്റൊരു ചെയറിട്ട് കൊടുത്തിട്ട് അവിടെ ഇരിക്കുവാനായും പറഞ്ഞു. എന്നിട്ട് ലക്ഷ്മിയാണെങ്കിൽ രവിയോട് വാതോരാതെ സംസാരിക്കും. എവിടെയാ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിസ്സ ഷോപ്പിലാണെന്ന് പറയുന്നു. അപ്പോൾ പിസ്സ കഴിക്കുവാനായിട്ട് സാം വന്നപ്പോഴാണോ നിങ്ങൾ തമ്മിൽ പരിചയമായത് എന്നൊക്കെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അതിനൊന്നും രവിക്ക് യാതൊരുവിധ മറുപടിയുമില്ലായിരുന്നു. രവി എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെ സാമും നന്ദിനിയും മുഖത്തോട് മുഖം മുക്കി നോക്കുന്നുമുണ്ട്. അവർക്ക് രണ്ടുപേർക്കും വല്ലാത്ത പരിഭ്രമവും ഉണ്ടായിരുന്നു. രവിയോടുള്ള ലക്ഷ്മിയുടെ ചോദ്യങ്ങൾ കൂടി കൂടി വന്നുകൊണ്ടേയിരുന്നപ്പോൾ രവിക്ക് എന്ത് പറയണമെന്നറിയാതെ താനൊന്ന് വാഷ്റൂം യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് വാഷ്റൂമിലേക്കും രവി പോകുന്നു. അതേസമയം തന്നെ സാം ആണെങ്കിൽ നന്ദിനിയും കൂട്ടി തന്റെ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഫ്ലോറിലേക്കും പോയി. അപ്പോഴേക്കും ദേവരാജിന്റെ കോള് ലക്ഷ്മിക്ക് വന്നിരുന്നു. ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് പോലും ദേവരാജിന് വീട്ടിലിരിക്കാനായിട്ട് പറ്റുന്നതേയില്ല. അത്രയ്ക്കും ക്യൂരിയോസിറ്റി ആയിരുന്നു. ലക്ഷ്മിയെ വിളിച്ചിട്ട് തന്റെ മരുമകൻ എങ്ങനെയാ കാണാൻ, സൂപ്പറാണോ, ആളിന്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ എന്നൊക്കെ ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നത് അങ്ങനെയൊന്നും അയച്ചു തരാനും പറയാനൊന്നും പറ്റത്തില്ല, കാണണമെങ്കിൽ വീട്ടിലേക്ക് വരുവാനായിട്ടും ലക്ഷ്മി ദേവരാജിനോട് പറഞ്ഞു. പയ്യൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് മേരി ലക്ഷ്മിയോട് പറയുമ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകും. വാഷ്റൂമിൽ പോയിട്ട് വന്നിരിക്കുന്ന രവി അറിയാതെ ലക്ഷ്മി ഫോട്ടോ എടുത്ത് ദേവരാജിന് അയച്ചും കൊടുക്കുന്നു. എന്നിട്ട് രവിയോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അവന്റെ ഫാമിലിയെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ രവി പറയുന്നത് എന്റെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു, അച്ഛൻ മരിച്ചു, പിന്നെ ഞാനും അമ്മയും ഇപ്പോൾ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും രവി പറയുന്നു. അതിൽ നിന്നും രവിക്ക് വേറെ സഹോദരങ്ങളൊന്നും ഇല്ല എന്ന കാര്യം ലക്ഷ്മിക്ക് മനസ്സിലായി. അപ്പോൾ ലക്ഷ്മി ചിന്തിക്കുന്നത് അപ്പോൾ ഈ കൂടെ വന്ന നന്ദിനി ആരായിരിക്കാം, എന്തിനാ ഇവരുടെ കാര്യം സംസാരിക്കുവാനായിട്ട് ഈ നന്ദിനിയും ഒപ്പം വന്നത് എന്നൊക്കെ ലക്ഷ്മി ചിന്തിക്കും. വരുന്ന സമയത്ത് ഇവർ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നതും ആ ഫ്ലവേഴ്സ് ഒക്കെ എടുത്ത് ലക്ഷ്മി അവിടെ വെക്കും. അതിനുശേഷം സാമിനെ വിളിക്കും. ദേ രവി താഴെ ഇരിക്കുകയല്ലേ, നിങ്ങൾ രണ്ടുപേരും മുകളിൽ എന്താ ചെയ്യുന്നത്, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുവാനായിട്ടും ലക്ഷ്മി പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഫ്ലവേഴ്സ് എല്ലാം അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് സാമിന് ഒരുപാട് സന്തോഷമായി. ആ ഫ്ലവേഴ്സ് കൊണ്ടുവന്നത് നന്ദിനിയായിരുന്നല്ലോ. മേരി അവരെ ആഹാരം കഴിക്കുവാനായും വിളിക്കുന്നു. ആഹാരം കഴിക്കുവാനായി ഇരിക്കുന്ന സമയത്ത് സാമിനടുത്ത് നന്ദിനിയാണ് ഇരിക്കുന്നത്. അത് കണ്ട ലക്ഷ്മിയാണെങ്കിൽ നന്ദിനിയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് രവിയെ സാമിനടുത്ത് പിടിച്ചിരുത്തും. എന്നിട്ട് രവിക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുക. മേരിയും ലക്ഷ്മിയും ചേർന്ന് രവിയുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്നത് കാണുന്ന നന്ദിനിക്ക് വല്ലാതെ സങ്കടമാകുന്നു. ആ കാര്യം സാമും ശ്രദ്ധിക്കുന്നുണ്ട്. സാം ആണെങ്കിൽ തന്റെ കാലുകൊണ്ട് നന്ദിനിയുടെ കാലിലൊന്ന് തൊടും. അപ്പോൾ അതിൽ നിന്നും രണ്ടുപേരുടെ കാലിലും ഒരേ തരത്തിലുള്ള റിങ് കിടക്കുന്നത് നമുക്ക് കാണുവാനായി പറ്റുന്നുണ്ട്. എന്നിട്ട് നന്ദിനിയെ നോക്കി സാമു പുഞ്ചിരിക്കും. നന്ദിനിയും അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ലക്ഷ്മി ചോദിക്കും, നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് പറ. അപ്പോൾ അതിന് രവിക്ക് യാതൊരുവിധ മറുപടിയുമില്ലായിരുന്നു. എന്നാൽ ശരി, നിങ്ങളുടെ ആരാ ആദ്യമേ പ്രപ്പോസ് ചെയ്തത്? അത് കേട്ട് രവി പറയുന്നത് ഞാനാ പ്രപ്പോസ് ചെയ്തത്, പക്ഷെ അവൾ റിജക്ട് ചെയ്തു. അത് കേട്ട് ലക്ഷ്മി പറയുന്നത് അതെന്തായാലും നന്നായി, എന്റെ മകൾ ആദ്യമേ തന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഇത്രയും ബോണ്ട് വരത്തില്ലായിരുന്നു, അതുകൊണ്ട് അതെന്തായാലും നന്നായെന്നും ലക്ഷ്മി പറയുന്നു. ലക്ഷ്മി വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതിനൊന്നും രവിക്ക് കൃത്യമായ മറുപടിയില്ല. അവൻ വല്ലാതെ ടെൻഷനായി വെള്ളം കുടിക്കുവാനായും തുടങ്ങി. അത് കാണുന്ന ലക്ഷ്മി ചിന്തിക്കും, താൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും എന്താ ഇവന് കൃത്യമായ മറുപടിയില്ലാത്തത്. എന്നാൽ ഉടനെ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയ സാം ആണെങ്കിൽ ലക്ഷ്മി ആ പയ്യന് കൊടുക്കുവാനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചല്ലോ, ആ ഗിഫ്റ്റും എടുത്തുകൊണ്ടുവരും. എന്നിട്ട് ആ ഗിഫ്റ്റ് നേരെ നന്ദിനിക്ക് നീട്ടുന്നു. എന്നിട്ട് പറയുന്നത് നന്ദിനിയാണ് ഞാൻ ലവ് ചെയ്യുന്നത് എന്നായിരുന്നു. അത് കേട്ട് അമ്മ ഞെട്ടിപ്പോകും. എന്ത്, പെണ്ണും പ്രണയിക്കുന്നെന്നോ? ഞാൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് ദേഷ്യത്തോടു കൂടി ലക്ഷ്മിയാണെങ്കിൽ നീ എന്താ പറയുന്നത്, ഞാൻ ഒരിക്കലും ഇതിന് അനുവദിക്കില്ല, നന്ദിനി എഴുന്നേൽക്ക് എന്ന് പറയുന്നു. നന്ദിനിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിറ കണ്ണുകളോടെ അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. അത് കാണുന്ന സാം പറയുന്നത് നന്ദിനി എവിടേക്കും പോകുന്നില്ല, നന്ദിനി നീ അവിടെ ഇരി, അമ്മ ഞാൻ നന്ദിനിയാണ് പ്രണയിക്കുന്നത്, നമ്മൾ തമ്മില ഇഷ്ടത്തിലെന്ന് പറയും. അത് കേട്ടതും ദേഷ്യമെന്ന ലക്ഷ്മിയാണെങ്കിൽ നന്ദിനിയോട് പറയും, നന്ദിനി നീ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം, നിന്നെ പോലൊരാളല്ല എന്റെ മകൾ, അവൾ നല്ല കുട്ടിയാണെന്നും ലക്ഷ്മി പറയുന്നു.
അമ്മയുടെ പെരുമാറ്റത്തിൽ സങ്കടം സഹിക്കാനാകാതെ നന്ദിനി രവിയും കൂടി അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങും. എന്നാൽ പിറകെ ചെന്ന സാം ആണെങ്കിൽ നന്ദിനി പോകരുതേ, നമുക്ക് സംസാരിക്കാം, നീ പോകരുതേ എന്ന് പറയുമ്പോഴും നന്ദിനി പറയുന്നത്, എന്റെ വീട്ടിൽ ഇതൊക്കെ അറിയുന്ന സമയത്ത് എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും നിന്റെ വീട്ടിലും ഇതറിയുമ്പോൾ പ്രതികരിക്കുന്നതെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. എന്നിട്ട് നീ അത് കേൾക്കുവാനായും കൂട്ടാക്കിയില്ല. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോടൊപ്പം വരാം, നമുക്ക് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്നും നന്ദിനി പറയുമ്പോൾ അത് കേട്ട് സാം പറയുന്നത്, നന്ദിനി എനിക്ക് അങ്ങനെ പറ്റത്തില്ല, നമ്മൾ തമ്മിൽ ഒരുമിക്കണമെങ്കിൽ എനിക്ക് അമ്മയുടെ സമ്മതം വേണം, അമ്മ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഇതിന് തയ്യാറാകൂ എന്നും സാം പറയുന്നു. അത് കേട്ട് നന്ദിനി പറയുന്നത്, ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി, നീ എന്നെ പ്രണയിക്കുന്നില്ല എന്ന്. അതും പറഞ്ഞ് നന്ദിനി രവിയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നതും. സാമിനാണെങ്കിൽ ആ സങ്കടം സഹിക്കാനാകുന്നില്ല. നമുക്ക് സംസാരിക്കാമെന്ന് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെയാണ് നന്ദിനി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നതും. ഈ കാര്യങ്ങളെല്ലാം ദേവരാജനോട് പറയുവാനായിട്ട് ലക്ഷ്മി കോള് ചെയ്യും. ഫോൺ എടുത്തത് ടീച്ചറായിരുന്നു. ദേവരാജ് ആണെങ്കിൽ വാഷ്റൂമിൽ ഇരിക്കുകയായിരുന്നു. കാര്യം എന്താണെന്ന് ടീച്ചർ ചോദിച്ച സമയത്ത്, എന്ത് കാര്യമായാലും ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞോളാം എന്നായിരുന്നു ലക്ഷ്മി പറയുന്നത്. എന്തായാലും എന്നോട് പറ, സാമിന്റെ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, ആ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും അത് പെറ്റവർക്ക് മാത്രമേ ആ വേദന മനസ്സിലാവൂ, ഇല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി കോള് കട്ട് ചെയ്ത് കളയുന്നതും. ആ ഒരു വാക്ക് ടീച്ചറിന് നല്ല വേദനയുണ്ടാക്കി. എന്നാൽ അമ്മയോടുള്ള ദേഷ്യത്തിൽ പുറത്തെ ഗേറ്റിൽ തന്നെ നിൽക്കുകയാണ് സാം. മഴ പെയ്യുന്ന സമയം അവൾ ആ മഴയെല്ലാം നനഞ്ഞു. അത് കാണുന്ന ലക്ഷ്മി കുടയും എടുത്ത് സാമിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് സാമിന്റെ തല തോർത്തുന്ന സമയത്ത് ലക്ഷ്മി അവളെ ഉപദേശിക്കും, നീ വിചാരിക്കും പോലെ ആ നന്ദിനി ഒരു നോർമലായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല, അവൾ കുറച്ച് അബ്നോർമലാണ്, അതുകൊണ്ടാ ഞാനത് വേണ്ടാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നതും പ്രണയിക്കുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ പറയും. ലക്ഷ്മി ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം സാമിന് മനസ്സിലായി. ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പിറകെ ചെന്ന് സാം ചോദിക്കുന്നത്, അമ്മയും അച്ഛനും വിവാഹം കഴിച്ചു, എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആയോ? ഇല്ലല്ലോ. സാമിന്റെ വീട്ടിൽ നിന്നും തിരികെ കാറിൽ പോവുകയായിരുന്നല്ലോ രവിയും നന്ദിനിയും. നന്ദിനി വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. നീ എവിടെ പോകുന്നു? ഹോസ്റ്റലിലേക്ക് പോകുന്നോ അതോ ഷോപ്പിലേക്ക് വരുന്നോ? ഷോപ്പിലേക്ക് വന്നാൽ നിനക്ക് കുറച്ച് സമാധാനം കിട്ടുമെന്നും രവി പറയുമ്പോൾ, എനിക്ക് ഷോപ്പിൽ വന്നാലും സമാധാനം കിട്ടുവാൻ പോകുന്നില്ല, സാമിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വീണ്ടും സാമിന്റെ വീട്ടിലേക്കാണ് അവർ തിരികെ പോകുന്നതും. എന്നാൽ അതേസമയം സാമാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലിരിക്കുകയാണ്. സാമിന്റെ അമ്മയായ ലക്ഷ്മിയാണെങ്കിൽ ഈ ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യും. എങ്ങനെ തന്റെ മക്കളെ അതിൽ നിന്ന് പിരിക്കാമെന്നുള്ള കാര്യമൊക്കെ ലക്ഷ്മി സെർച്ച് ചെയ്യുന്നുമുണ്ട്. ദേഷ്യം വന്ന ലക്ഷ്മിയാണെങ്കിൽ ഗിഫ്റ്റും ഫ്ലവറും എല്ലാം എടുത്ത് ചവറ്റുകുട്ടയിൽ കൊണ്ടുവന്നിടും. അത് കാണുന്ന മേരി ആ ഒരു ഫ്ലവറും ഗിഫ്റ്റും എടുത്ത് സാമിന്റെ റൂമിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഫ്ലവർ എടുത്ത് സങ്കടത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് സാം. എന്നിട്ട് അവർ രണ്ടുപേരും എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നാണ് ഓർക്കുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരിക്കൽ രാത്രി ഊബർ ബുക്ക് ചെയ്തിട്ട് അത് ക്യാൻസലായി എന്ത് ചെയ്യുമെന്നറിയാതെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു സാം. കാറിൽ പോവുകയായിരുന്ന നന്ദിനിയാണെങ്കിൽ സാമിനെ കാണും. എന്തോ പണി കിട്ടി നിൽക്കുകയാണെന്ന കാര്യം നന്ദിനിക്ക് മനസ്സിലായി. വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണമോ എന്ന് നന്ദിനി ചോദിക്കും. സാമും അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ കാറിൽ യാത്ര തുടരുന്ന സമയത്ത് സാം ചെറുതായിട്ട് നന്ദിനി ഒന്ന് ശ്രദ്ധിക്കുവാനായും തുടങ്ങി. നന്ദിനി മുടിയൊക്കെ അഴിച്ചിട്ട് പാട്ടൊക്കെ ശ്രദ്ധിച്ച് നല്ല സന്തോഷത്തോടു കൂടി കാറിലിരിക്കും. അത് സാം കാണുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ നന്ദിനിയോട് സാമിന് ചെറിയൊരു ക്രഷും തോന്നുകയാണ്. നന്ദിനി എവിടെയാണ് ഇറങ്ങിയെന്ന് സാം കണ്ടിരുന്നല്ലോ. അടുത്ത ദിവസം തന്നെ നന്ദിനിയെ കാണണമെന്ന് ആഗ്രഹിച്ച സാം ആണെങ്കിൽ സ്കൂട്ടിയും എടുത്ത് അവളുടെ വീടിന് മുന്നിലേക്ക് വരും. അപ്പോൾ അവിടെ പുറത്തേക്ക് പോകുവാനായിട്ട് റെഡിയായി നിൽക്കുന്ന നന്ദിനിയെ കാണുന്നു. എവിടേക്കാ പോകേണ്ടത്? ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞ് നന്ദിനിയെ കൂട്ടി അവൾ സ്കൂട്ടിയിൽ പോകും. പോകുന്ന സമയത്തെല്ലാം രണ്ടുപേർക്കും ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ചെറിയൊരു ഇഷ്ടം ഉണ്ടാവുകയാണ്. അതവർ പരസ്പരം തുറന്നു പറയുകയും ചെയ്തു. അവർ രണ്ടുപേരും എത്രത്തോളം സ്ട്രോങ് ആയിട്ട് പ്രണയിക്കുന്നു എന്നത് ഒരു പാട്ടിലൂടെയാണ് കാണിക്കുന്നതും. അവരുടെ പ്രണയം കടുത്തു നിന്ന സമയത്താണ് നന്ദിനി അവളുടെ കാലിൽ ഒരു റിംഗ് ഇട്ട് കൊടുത്തതും. അതുപോലെ ഒരു റിംഗ് നന്ദിനിയുടെ കാലിലും സാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് എല്ലാം അവിടെ അവസാനിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ നന്ദിനിയും രവിയും വീണ്ടും സാമിന്റെ വീട്ടിലേക്ക് വരും. നന്ദിനി വന്നതറിഞ്ഞ സാമാണെങ്കിൽ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്നാൽ അത് കണ്ട ലക്ഷ്മിയാണെങ്കിൽ പിറകെ ചെന്ന് സാമിനെ പിടിച്ചു മാറ്റുവാനായി നോക്കും. ലക്ഷ്മി എത്ര പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും പറ്റുന്നതേയില്ല. അവരുടെ ബഹളങ്ങളെല്ലാം കേട്ട് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടും. അത് കാണുന്ന രവി എന്ത് സംസാരിക്കുന്നെങ്കിലും അകത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് 3 പേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ലക്ഷ്മി വല്ലാതെ കരയുകയാണ്. അത് കാണുന്ന രവി പറയുന്നത്, അമ്മ എന്ത് സംസാരിച്ചിട്ടും ഇപ്പോൾ ശരിയാകത്തില്ല. ഇനിയും കൂടുതലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാൽ നന്ദിനിക്കൊപ്പം സാം ഇറങ്ങിപ്പോകും. അതിനൊന്നും മുതിരണ്ട. അവരെ രണ്ടുപേരെയും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കാമെന്നും രവി പറയുന്നു. ലക്ഷ്മിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയെ സമാധാനിപ്പിച്ചിട്ട് രവി അകത്തേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച
ഒരു കൂസലുമില്ലാതെ നന്ദിനിയും സാമും ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും പ്രശ്നമുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെ കൂളായിട്ടിരുന്ന് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു? അപ്പോൾ സാം ചോദിക്കുന്നത് നിനക്കും ഐസ്ക്രീം വേണോ എന്ന് ചോദിച്ച് രവിക്കും ഐസ്ക്രീം കൊടുക്കുന്നു. അടുക്കളയിലേക്ക് വന്ന് ലക്ഷ്മി കാണുന്നത് 3 പേരും ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളാണ്. അത് കാണുന്നതും ലക്ഷ്മിക്ക് വല്ലാതെ ദേഷ്യം വരും. അതിനുശേഷം ലക്ഷ്മിയാണെങ്കിൽ സാമിനോടും നന്ദിനിയോടും സംസാരിക്കുവാനായും തീരുമാനിച്ചു. എന്നിട്ട് ലക്ഷ്മി പറയുന്നത്, ദേ നോക്ക് നന്ദിനി, നിന്നെ പോലൊരു കുട്ടിയല്ല സാമ്. അവൾക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ റോബർട്ട് എന്നൊരു പയ്യനെ പറ്റി എന്നോട് പറയുമായിരുന്നു. ആ പയ്യനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ അത് കേട്ട് നന്ദിനി പറയുന്നത്, ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അമ്മേ, പക്ഷെ അതെല്ലാം നുണയാണ്. അത് കേട്ട് ലക്ഷ്മി ചോദിക്കുന്നത്, നുണയോ? അവൾ എന്നോട് പറഞ്ഞ കാര്യമാ? അപ്പോൾ സാം പറയും, അതേ അമ്മേ, ഞാൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയം തന്നെ ഞാൻ ലെസ്ബിയൻ ആണെന്ന കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് പെൺകുട്ടികളോട് മറ്റൊരു ഫീലിങ്സാ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആൺകുട്ടികളുമായിട്ട് കൂടുതൽ കമ്പനി ആയതും. പിന്നെ റോബർട്ടിനെ പറ്റി ഞാൻ അമ്മയോട് പറഞ്ഞതിന്റെ കാരണം ഞാൻ ആരാണെന്നും എന്റെ വ്യക്തിത്വം എന്താണെന്നും അമ്മ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്നും സാം പറയുന്നു. അത് കേട്ട് ലക്ഷ്മി തകർന്നു പോവുകയാണ്. എന്നാൽ അതേസമയം തന്നെ ഇതൊന്നും അറിയാതെ ദേവരാജ് വീട്ടിലേക്ക് വരുന്നു. രവിയെ കണ്ടതും നിന്നെ കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എന്റെ മകൾക്ക് പറ്റിയ പയ്യനാണെന്ന് രവിയെ പറയുന്നു. അത് കേട്ട് സാം ആണെങ്കിൽ നന്ദിനിയെ കൂട്ടി തന്റെ റൂമിലേക്ക് പോകും. അത് കാണുന്ന ദേവരാജ് ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് രവിയാണെങ്കിൽ ദേവരാജിനെ കൂട്ടി പുറത്തേക്ക് പോകും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും രവി ദേവരാജിനോട് തുറന്നു പറഞ്ഞു. പക്ഷെ ദേവരാജിന് വലിയ മാറ്റമൊന്നുമില്ല. ദേവരാജ് പറയുന്നത്, ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും, അതൊക്കെ ശരി തന്നെയാ. ഇവരൊരു കൗൺസിലിംഗ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനാകുമെന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് കൊണ്ടൊന്നും ഇവരെ മാറ്റിയെടുക്കാനായും പറ്റത്തില്ല. ഇവർ അത്രയ്ക്കും ക്ലോസ് ആയിരിക്കുക. അത് കേട്ട് ദേവരാജ് രവിയോട് ചോദിക്കും, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ നീ ആരാ? നീ ഗേ ആണോ? അത് കേട്ട് രവി പറയുന്നത്, ചേച്ചേ, ഞാൻ ഗേ ഒന്നുമല്ല. ഞാൻ നിങ്ങളുടെ മകളെ പ്രപ്പോസ് ചെയ്തതാ, പക്ഷെ അവളത് റിജക്ട് ചെയ്തു. അപ്പോഴാണ് അവൾ ലെസ്ബിയൻ ആണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതും. പിന്നെ അന്ന് മുതൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു. അവൾക്ക് നല്ലൊരു ഫ്രണ്ടായി അവളോടൊപ്പം നിൽക്കുകയാണെന്ന് പറയും. അത് കേട്ട് ദേവരാജ് ചോദിക്കുന്നത്, ഇപ്പോൾ ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും അവളെ ഒരു ഫ്രണ്ടായിട്ട് കാണുവാനായി പറ്റത്തില്ല. നീ അവൾക്ക് നല്ലൊരു ഫ്രണ്ടായി അഭിനയിക്കുകയാണെന്നും പറഞ്ഞ് അവനെയും കൂട്ടി സിഗരറ്റ് വാങ്ങുവാനായിട്ട് പുറത്തേക്ക് പോകുന്നു. എന്നാൽ അതേസമയം റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്നു സാമും നന്ദിനിയും. റൂമിലേക്ക് എത്തിയ മേരിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. മേരിയാണെങ്കിൽ അവരുടെ നാട്ടിൽ നടന്ന ഒരു കഥ അവരോട് പറഞ്ഞു കൊടുക്കും. എന്റെ നാട്ടില് 2 ഭാര്യയും ഭർത്താവുമാരുണ്ടായിരുന്നു. അതിൽ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരെ എന്നും ഉപദ്രവിക്കും. അവർ 2 പേരും കൂട്ടുകാരുമായിരുന്നു. ഭർത്താവ് ഉപദ്രവിക്കുന്ന സങ്കടമാണെങ്കിൽ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. എന്നാൽ അവർക്കിടയിൽ പ്രണയമുണ്ടാവുകയാണ്. 2 പേരും ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരുമിച്ച് ജീവിക്കുവാനായും തുടങ്ങി. അവർക്ക് 2 പേർക്കും പിന്നീട് അങ്ങോട്ട് സമാധാനം കിട്ടി. ഭർത്താക്കന്മാരുടെ ദ്രോഹമേ ഇല്ല. 2 പെൺകുട്ടികൾക്ക് സമാധാനമായിട്ട് അങ്ങനെ ജീവിക്കുവാൻ പറ്റുമെങ്കിൽ പിന്നെ ഭർത്താവ് എന്തിനാ? അതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് മേരി അവരുടെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. മേരി ഇറങ്ങിപ്പോയ അതേ സമയം തന്നെ റൂമിന് പുറത്തായിട്ട് ലക്ഷ്മി വന്ന് നിൽക്കുന്നത് സാമിന് മനസ്സിലായി. ലക്ഷ്മിയെ വെറുപ്പിക്കുവാൻ വേണ്ടിട്ട് സാം സ്വന്തം കയ്യിൽ തന്നെ കിസ് ചെയ്യുന്ന ശബ്ദമുണ്ടാക്കുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ലക്ഷ്മി അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി വരും. മറ്റൊരു വശത്ത് റോഡിലൂടെ നടന്നു വരികയായിരുന്നു ദേവരാജും രവിയും. ദേവരാജ് പറയുന്നത്, അല്ല, ഞാൻ ആദ്യം നിന്നോട് ചോദിച്ചില്ലേ നീ ഗേ ആണോന്ന്? അപ്പോൾ നീ എന്തിനാ ചേച്ചിയെ നാക്കിയത്? അല്ല, നീ ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നീ എന്തിനാ അങ്ങനെ ആക്കേണ്ടത്? അല്ല, നിനക്ക് ഞാൻ ഗേ ആണോ എന്ന് ചോദിച്ച സമയത്ത് നിനക്കതൊരു വെറുപ്പായി തോന്നുന്നില്ലേ? അതുപോലെ തന്നെയാണ് 2 പെൺകുട്ടികൾ പ്രണയിക്കുന്ന കാര്യം പറയുന്ന സമയത്തും എല്ലാവർക്കും തോന്നുന്നത്. അപ്പോൾ രവി പറയുന്നത്, ഇത് മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ, അതിനെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തും ദേവരാജ് ഇതൊരു തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നതും. ഒരിക്കലും ഒരു പാരന്റ്സും ഇങ്ങനൊരു കാര്യം അംഗീകരിച്ചു കൊടുക്കുമോ? ഇല്ല. അത് തന്നെയാണ് ദേവരാജൻ സംസാരിക്കുന്നതും. എന്റെ മകളോട് ഒരുമിച്ചിരുന്നൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവളുടെ മനസ്സെനിക്ക് മാറ്റിയെടുക്കുവാനായി പറ്റുമെന്നാണ് ദേവരാജ് രവിയോട് പറയുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് ചായ കുടിക്കുകയായിരുന്ന നന്ദിനിക്കും സാമിനും അടുത്തേക്ക് വീണ്ടും മേരി എത്തും. എന്നിട്ട് മേരിയാണെങ്കിൽ അവരുടെ സംശയങ്ങൾ ഓരോന്നോരോന്നായി സാമിനോട് നന്ദിനിയോട് ചോദിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആരാണ് ഭർത്താവ്? അപ്പോൾ അത് കേട്ട് സാമും നന്ദിനിയും പറയുന്നത്, ഇതിൽ ഭർത്താവൊന്നുമില്ല, 2 പേരും ഭാര്യ തന്നെയാണ്. അപ്പോൾ വീണ്ടും മേരിക്കൊരു സംശയം. അല്ല, ഞാൻ ഒരു സംശയം കൂടി ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ എന്തൊക്കെയാ നടക്കുന്നത്? അത് കേട്ടതും നന്ദിനിയും സാമുവും പൊട്ടിച്ചിരിക്കും. ചിരിച്ചുകൊണ്ട് മേരിയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദേവരാജ് രവിയോടൊരു കാര്യം ചോദിക്കും. ഞാൻ എന്റെ മകളോട് സംസാരിച്ച്
അവളുടെ തെറ്റൊക്കെ അവൾക്ക് മനസ്സിലാക്കി കൊടുത്ത് അവളെ നേർവഴിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ അവളെ വിവാഹം കഴിക്കുമോ? അപ്പോൾ രവി പറയുന്നത്, സാർ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നതല്ല. ഞാൻ ഒരുപാട് അവരോട് സംസാരിച്ചതാ, ഒരിക്കലും അവരെ പറഞ്ഞു മാറ്റാനായും പറ്റത്തില്ല എന്ന് രവി പറയുന്നു. എന്നാൽ അത് കേട്ടിട്ട് ദേവരാജ് പറയുന്നത്, ഞാൻ പറഞ്ഞു മാറ്റാം, പക്ഷെ നീ അവളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രവിയെയും കൂട്ടി ദേവരാജ് അകത്തേക്ക് കയറി പോകുന്നതും. എന്നിട്ട് ദേവരാജ് നേരെ വരുന്നത് ലക്ഷ്മിക്കടുത്തായിരുന്നു. നീ ഒരുപാട് ഫെമിനിസത്തെ പറ്റിയൊക്കെ പറയുമല്ലോ, നീ ഇങ്ങനെ സംസാരിച്ച ഇവളുടെ ഇപ്പോൾ ഈ പടുതിയായത്. എന്നാൽ ലക്ഷ്മി ചോദിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ച് എന്തിനാ പോയത്? നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് ലക്ഷ്മിയും. അപ്പോൾ അത് കേട്ട് ദേവരാജ് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമ്മളെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് രവിയും ലക്ഷ്മിയും ദേവരാജും കൂടി രണ്ടുപേർക്കും അടുത്ത് സംസാരിക്കുവാനായിട്ടും ടെറസിലേക്ക് എത്തും. അപ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു സാമും നന്ദിനിയും. ലക്ഷ്മി നന്ദിനിയോട് ചോദിക്കും, എന്റെ മകൾ നിന്നെ പോലെയാണെന്ന് നീ എങ്ങനെയാ കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സാമ് പറയുന്നത്, അവളല്ല കണ്ടുപിടിച്ചത്, എനിക്ക് തന്നെ മനസ്സിലായതാ ഞാൻ ലെസ്ബിയൻ ആണെന്ന്. എന്നിട്ട് വീണ്ടും നന്ദിനിയോട് ചോദിക്കും, നിന്റെ വീട്ടില് ഈ കാര്യം അവതരിപ്പിച്ച സമയത്ത് അവരെങ്ങനെയാ പ്രതികരിച്ചത്? അപ്പോൾ നന്ദിനി പറയുന്നത്, എന്റെ വീട്ടിലും ആരും അംഗീകരിച്ചില്ല, അതുകൊണ്ട് ഞാൻ വീട് വിട്ടിറങ്ങി. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുവാനായി തീരുമാനിച്ച കാര്യം നന്ദിനി പറയുന്നു. എന്നിട്ട് നന്ദിനി ദേവരാജനോട് പറയും, അങ്കിൾ എനിക്കൊരു 5 മിനിറ്റ് സമയം തരുമോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അത് കേട്ടിട്ട് അങ്കിൾ അഭിപ്രായം പറയുവാനായിട്ടും നന്ദിനി പറയുന്നു. എന്നാൽ അത് കേട്ട് ദേവരാജ് പറയുന്നത്, 5 മിനിറ്റല്ല 5 ദിവസം വേണമെങ്കിലും നിനക്ക് ഞാൻ സമയം തരാം. കാരണം എന്റെ മകളുടെ ഭാവി ഇപ്പോൾ നിന്റെ കയ്യിലായിരിക്കുന്നത്, അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള ബാധ്യസ്ഥത എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ദേവരാജ് കസേരയിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ നന്ദിനി പറയുന്നത്, നിങ്ങൾ എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ മറ്റൊരു വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അത് മാറുമെന്നല്ലേ? അതുപോലെ തന്നെയാ എന്റെ വീട്ടുകാരൻ ചിന്തിച്ചത്. എന്റെ വീട്ടുകാരൻ എന്നെ കൊണ്ടൊരു വിവാഹം കഴിപ്പിച്ചു. ആദ്യ രാത്രിയിലാണ് ഞാൻ അതിന്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. ആദ്യ രാത്രി അവളുടെ ഭർത്താവ് അവളെ തൊടുമ്പോഴൊന്നും അവൾക്കത് അക്സെപ്റ്റ് ചെയ്യുവാനേ പറ്റുന്നില്ല. ഒരുപാട് തവണ അവനെ തള്ളി മാറ്റുവാനായി നോക്കി. എന്നാൽ അവനാണെങ്കിൽ അവളുടെ ഒരു സ്വന്തക്കാരൻ പയ്യനായിരുന്നു. അവൻ ബലമായിട്ട് നന്ദിനിയെ റേപ്പ് ചെയ്യും. ഒരു തവണയല്ല, ഒരു 2-3 തവണ അവളോട് അന്നേ ദിവസം രാത്രി അവൻ അങ്ങനെ പെരുമാറി. അവളുടെ വിളിയും കരച്ചിലും കേട്ടിട്ട് പോലും വീട്ടുകാരും തിരിഞ്ഞു പോലും നോക്കിയില്ല. അവർ പുറത്തുനിന്നും കഥക്ക് കുറ്റിയിട്ടിരുന്നു. ഈ ഒരു കല്യാണത്തോടു കൂടി നന്ദിനിയെ മാറ്റാമെന്നാണ് വീട്ടുകാർ കരുതിയതും. രാവിലെ റൂമിൽ നിന്നും പുറത്തു വന്ന കല്യാണ ചെറുക്കൻ അച്ഛനോടും അമ്മയോടും പറയുന്നത്, ഒരു കുഴപ്പവുമില്ല, അവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവൾക്കിനി പഴയതുപോലൊന്നും തോന്നത്തൊന്നുമില്ല, ഇതോടുകൂടി എല്ലാം ശരിയാകുമെന്ന് പറയുന്നതെല്ലാം നന്ദിനി കേട്ടു. വീട്ടുകാർക്കും ഇതിൽ പങ്കുണ്ട്. ഇനി അവിടെ നിന്നാൽ ശരിയാകില്ല, എത്രയും വേഗം രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച നന്ദിനിയാണെങ്കിൽ തന്റെ സാധനങ്ങളും എല്ലാം പറക്കി വീട്ടിൽ നിന്നും ഇറങ്ങി. അതെല്ലാം കേട്ട് ദേവരാജ് പറയുന്നത്, ആ പയ്യൻ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, അവന്റെ പേരിൽ കേസ് എടുക്കണം. എന്നാൽ അത് കേട്ട് സാം പറയുന്നത്, പയ്യന്റെ പേരിൽ മാത്രമോ? അപ്പോൾ ആ വീട്ടുകാർ ചെയ്തത് തെറ്റല്ലേ, അവരുടെ പേരിലും കേസ് എടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ദേവരാജിന് മറുപടിയില്ലായിരുന്നു. വീട്ടുകാരെ എങ്ങനെ കുറ്റം പറയാനാ, അവരെന്ത് ചെയ്യാനാ എന്നൊക്കെ ദേവരാജ് പറയുമ്പോൾ നന്ദിനി ചോദിക്കുന്നത്, അങ്കിൾ ഒരു ഗേ അല്ല, എന്നാലും അങ്കിളിനോട് ഒരാണിനൊപ്പം താമസിക്കാൻ പറഞ്ഞാൽ അങ്കിളിന് പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടത് ചെയ്യാനായി പറ്റില്ല. എന്നാൽ അത് കേട്ട് ദേവരാജ് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നതും. എന്നിട്ട് ദേവരാജ് ചോദിക്കും, ഈ ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞെങ്ങനെ ജനിക്കും? ഒരു പരമ്പര എങ്ങനെ നിലനിൽക്കും? അല്ല, ഒരു കുഞ്ഞുണ്ടെങ്കിൽ മാത്രമല്ലേ രണ്ടുപേർക്കിടയിലുള്ള ബന്ധം സ്ട്രോങ് ആകൂ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട ഉടനെ തന്നെ സാം ചോദിക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ടീച്ചറിനൊപ്പമല്ല നിൽക്കേണ്ടത്, എന്റെ അമ്മയ്ക്കൊപ്പമാ. നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധം സ്ട്രോങ് ആക്കുന്നത് നിങ്ങളുടെ കുഞ്ഞായ ഞാനാകട്ടെ എന്നുള്ള കാര്യം അവള് ചോദിക്കുമ്പോൾ അതിനാണെങ്കിൽ ദേവരാജിന് മറുപടിയില്ലായിരുന്നു. അമ്മയാണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് മാറ്റി നിർത്തുവാനൊക്കെ നോക്കും. അപ്പോഴും സാം പറയുന്നത്, ഒരു കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ദത്തെടുത്ത് വളർത്തും, അതാ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നും സാം പറയുമ്പോൾ അത് കേട്ട് ദേവരാജ് ചോദിക്കും, ഒരു കുഞ്ഞ് വളരണമെങ്കിൽ ഉറപ്പായും ഒരു പുരുഷൻ വേണം, ഒരച്ഛനില്ലാതെ ആ കുഞ്ഞെങ്ങനെ വളരാനാ എന്ന് ചോദിക്കുമ്പോൾ സാം പറയുന്നത്, ഇത്രയും വർഷമായിട്ടും ഞാൻ അങ്ങനെയല്ലേ അച്ഛ വളർന്നത്, ഒരച്ഛനില്ലാതെ ഒറ്റയ്ക്കല്ലേ ഞാൻ വളർന്നത്, ഞാൻ വളർന്നില്ലേ എന്നൊക്കെ സാം അവർ രണ്ടുപേരും പിരിഞ്ഞതിനെ പറ്റി കുത്തിയാണ് ചോദിക്കുന്നതും. അതെല്ലാം ദേവരാജിന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, ലക്ഷ്മിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. സാം പറയുന്ന ഓരോ കാര്യങ്ങളും ഇവരുടെ രണ്ടുപേരുടെയും റിലേഷനെ വെച്ചാണെന്ന് ദേവരാജിന് മനസ്സിലായി. ദേവരാജിന് അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും പിന്നീട് മറുപടിയില്ലായിരുന്നു. സഹിക്കിട്ട് ദേവരാജ് എന്ത് കാരണത്താലാണ് രണ്ടുപേരും പിരിഞ്ഞതെന്ന് തുറന്നു പറയുവാനായി തീരുമാനിക്കുന്നു. നീ ജനിച്ചതിന് ശേഷം നിന്റെ അമ്മ വീണ്ടും പ്രഗ്നന്റ് ആയി. എന്നാൽ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നിന്റെ അമ്മ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്തു കളഞ്ഞു. അത് കാരണം എനിക്ക് നിന്റെ അമ്മയോട് വല്ലാത്ത ദേഷ്യം വന്നു. അങ്ങനെയാണ് ടീച്ചറുമായിട്ട് ഞാൻ അടുത്തതെന്നും അച്ഛൻ പറയുന്നു.
എന്നാൽ അത് കേട്ട് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയുന്നത്, സാമിനെ പ്രസവിച്ച സമയത്ത് എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ചത്ത് ജീവിക്കുകയാണ് ചെയ്തത്. വീണ്ടും ഒരു കുഞ്ഞിനെ കൂടി ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അതിനെ പ്രസവിക്കുന്ന സമയത്ത് ഉറപ്പായി ഞാൻ ജീവനോടെ കാണുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എങ്ങനെ വളരുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കുഞ്ഞിനെ എടുത്തു കളഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ടായിരിക്കുമോ എനിക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ലക്ഷ്മി ഉറക്കെ കരയുന്നു. അത് കേൾക്കുന്നതും ദേവരാജനും വല്ലാതെ സങ്കടമായി. ദേവരാജും ഇപ്പോഴാണ് സത്യാവസ്ഥയെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നതും. ദേവരാജ് ലക്ഷ്മി ഒരുപാട് സമാധാനിപ്പിക്കും. തന്റെ അച്ഛനും അമ്മയും കരയുന്നത് കണ്ട് സാം അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു പോയതിനൊക്കെ മാപ്പും ചോദിക്കുന്നു. അപ്പോഴേക്കും ജോലിയെല്ലാം കഴിഞ്ഞ് പോകുവാനായിട്ട് മേരി ഇറങ്ങിയിരുന്നു. മേരി ലക്ഷ്മിക്ക് അടുത്ത് വന്നിട്ട് എനിക്കൊരു 500 രൂപ കൂടി എക്സ്ട്രാ തരുമോ എന്ന് ചോദിക്കും. എന്നാൽ ലക്ഷ്മിയാണെങ്കിൽ മേരിയെ താഴേക്ക് കൊണ്ടുവന്നിട്ട് 1000 രൂപ കൊടുത്തിട്ട് വീട്ടിൽ നടന്ന കാര്യങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞു. എന്നാൽ മേരി പറയുന്നത് അവർ രണ്ടുപേരും പിരിയാൻ പറ്റാത്ത വിധം അടുത്തിരിക്കുകയാ, എന്തിനാ അവരെ അകറ്റുന്നത്, അവരെ ഒന്ന് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുവാനായിട്ട് മേരി പറയുന്നു. എന്നിട്ട് മേരി ആ ഒരു 500 രൂപ തിരികെ കൊടുത്തിട്ട്, ഇത് ഞാൻ പുറത്തു പറയാതിരിക്കാനായിട്ട് എനിക്ക് തന്ന കൈക്കൂലിയാണെന്ന് മനസ്സിലായി. ഞാൻ ഒരു കാര്യവും ആരോടും പറയത്തില്ല. എനിക്ക് 500 മതി, എന്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് മേരി അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ലക്ഷ്മി മുകളിലേക്ക് വന്നു. ദേവരാജ് ഇവരുടെ രണ്ടുപേരുടെ റിലേഷൻ സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കി അവരോട് പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ റിലേഷന് ഞങ്ങൾ സമ്മതിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. 1 വർഷത്തോളം നിങ്ങൾ രണ്ടുപേരും കാണാനോ മിണ്ടാനോ ചാറ്റ് ചെയ്യുവാനോ ഒന്നും പാടില്ല. 1 വർഷത്തിന് ശേഷവും നിങ്ങളുടെ ഈ ഒരു റിലേഷൻ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അത് കേട്ട് സാം പറയുന്നത്, പറ്റില്ല, എനിക്ക് 1 വർഷം പോയിട്ട് 1 ദിവസം പോലും എനിക്ക് ഇവളെ കാണാതിരിക്കാനായി പറ്റില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ നന്ദിനി പറയുന്നത്, സാം നീ കേൾക്ക്, നമ്മുടെ ലവിൽ നിനക്ക് വിശ്വാസമില്ലേ? നമ്മൾ എന്തായാലും ഈ ഒരു കടമ്പ കടന്ന് മുന്നോട്ട് വരുമെന്നും അവൾ പറയുന്നു. എന്നാൽ ദേവരാജ് പറയുന്നത്, അത് മാത്രമല്ല, മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ 1 വർഷ സമയത്തും സാമും കൗൺസിലിങ്ങിന് പോകണം, നമ്മൾ രണ്ടുപേരും കൗൺസിലിങ്ങിന് പോകും. നിന്നെ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും, ഞങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് നീയും ശ്രമിക്കണം. നിന്റെ മനസ്സ് മാറുകയാണ്, നിനക്ക് നിന്റെ തെറ്റെല്ലാം മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരുന്ന പയ്യനെ നീ വിവാഹം കഴിക്കണം. അത് മറ്റാരുമല്ല, ഈ രവി തന്നെയാണെന്ന് പറയുന്നു. അത് കേട്ടതും സാമിന് വല്ലാതെ ദേഷ്യം വരും. സാം സങ്കടത്തോടു കൂടി തന്റെ അച്ഛനോടും അമ്മയോടും മറ്റൊരു കാര്യം കൂടി പറയുന്നു. പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അച്ഛൻ എനിക്കൊരു ബൊമ്മ വാങ്ങി തന്നു, ഓർമ്മയുണ്ടോ? ആ ബൊമ്മയോടൊപ്പമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നതും. എന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നത് ആ ബൊമ്മയോടാണ്. എനിക്ക് ലെസ്ബിയൻ ഫീലിങ്സ് വന്ന കാര്യവും ഞാൻ തുറന്നു പറഞ്ഞത് ആ ബൊമ്മയോടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ബൊമ്മയെ കാണാതായി. 2 വർഷത്തോളം ഞാൻ ഒരു കാര്യവും ആരോടും പറയാതെ സങ്കടപ്പെട്ടാണ് നടന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ ലൈഫിലേക്ക് നന്ദിനി കടന്നു വന്നതും. നന്ദിനി എനിക്ക് ഒരിക്കലും പിരിയുവാനായും പറ്റത്തില്ല, അവളില്ലാതെ എനിക്ക് ജീവിക്കുവാനായും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് നന്ദിനിയെ സാം കിസ് ചെയ്യുന്നു. അത് കാണുന്ന അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ദേഷ്യം വന്ന അമ്മയാണെങ്കിൽ സാമിനെ തല്ലുവാനായി പോകും. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കുവാനായി പാടില്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോകുവാനായിട്ടും അമ്മ സാമിനോട് പറയുന്നു. അങ്ങനെ സാം ആണെങ്കിൽ തന്റെ സാധനങ്ങളെല്ലാം വാരി നന്ദിനിയോടൊപ്പം പോകുവാനായും ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അപ്പോൾ ദേവരാജ് പറയുന്നത്, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, നിന്നോട് ഞാൻ സന്തോഷത്തോടുകൂടി പോയിട്ട് വാ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കെന്റെ മകളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ സാം പറയുന്നത്, എന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്റെ ഇഷ്ടത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കുമായിരുന്നു, പക്ഷെ ഇതങ്ങനെയല്ലല്ലോ എന്ന് സങ്കടത്തോടു കൂടി സാം പറയുമ്പോൾ അത് കേട്ട് ലക്ഷ്മി പറയുന്നത്, ഇന്ന് ഒരു ദിവസം നീ ഇവിടെ നിൽക്ക്, അതിനുശേഷം നിനക്ക് പോകാമെന്നായിരുന്നു. അത് കേട്ട് നന്ദിനി പറയുന്നത്, ആന്റി, ഒരു ദിവസമല്ല, എത്ര ദിവസം വേണമെങ്കിലും ഇവൾ ഇവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ മനസ്സ് സന്തോഷമാകുന്ന നിമിഷം മാത്രം ഇവളെ എന്നോടൊപ്പം വിട്ടാ മതിയെന്നും നന്ദിനി പറയുന്നു. നിങ്ങളെ ആരെയും വിഷമിപ്പിച്ച് ഞാൻ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല എന്നും നന്ദിനി പറയുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ ദേവരാജൻ ലക്ഷ്മിയും അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. രവിയെ യാത്രയാക്കുവാനായി പുറത്തേക്ക് വരുന്ന നന്ദിനിയും സാമും അവരുടെ റിലേഷൻഷിപ്പ് അച്ഛനും അമ്മയും അക്സെപ്റ്റ് ചെയ്തതിന്റെ സന്തോഷത്തിൽ രവിയെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ബീച്ചിലൂടെ സന്തോഷത്തോടു കൂടി കളിച്ചു ചിരിച്ച് ഓടുന്ന സാമിനെയും നന്ദിനിയുമാണ്. അവർ രണ്ടുപേരും ഒരുപാട് ഹാപ്പിയായിരുന്നു. മാസ്ക് ധരിക്കാത്ത സാമിനും നന്ദിനിക്കും പിന്നാലെ ഓടുകയാണ് മാസ്ക് ധരിച്ച ഒരു കൂട്ടം പെൺകുട്ടികൾ. ഈ സീൻ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ താൻ ലെസ്ബിയൻ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അതൊന്നും പുറത്ത് കാണിക്കാനാകാതെ ഒരുപാട് പെൺകുട്ടികൾ മാസ്ക് ധരിച്ചാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. എന്നാൽ അതുപോലെ ഞങ്ങൾക്കിനി ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞ് സ്വതന്ത്രമായിട്ട് തങ്ങളുടെ മാസ്കും വലിച്ചൂരി കളഞ്ഞിട്ട് സമൂഹത്തിന് മുന്നിൽ ജീവിക്കുവാനായി ആരംഭിക്കുകയാണ് സാമും നന്ദിനിയും. അതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു.
ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.